ഫീൽ ഗുഡ് അഥവാ നന്മ പടത്തിന്റെ ഫ്യൂച്ചർ ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹൃദയപൂർവ്വം വന്നത്. നമ്മളിപ്പോ ഓരോ മിനിറ്റിന്റെ ഷോർട്സും റീൽസും ഓരോ സെക്കൻഡിൽ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അതുകൊണ്ട് ഇൻസ്റ്റന്റ് ഡോപ്പമിൻ റഷ് ഓരോ സെക്കൻഡിലും കിട്ടാത്ത ഇത്തിരി സ്ലോ പേസിലുള്ള ഒന്നിനെയും ഇനി അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് ഫീൽ ഗുഡ് സിനിമകളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഞാൻ ആശങ്കപ്പെട്ടത്. ഹൃദയപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പോയത് ഇതിപ്പോ എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കിപ്പോഴേ അറിയാം, പിന്നെ എന്തിനാണ് ഞാനിത് കാണുന്നത് എന്നായിരുന്നു. ഓരോ മിനിറ്റിലും ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയില്ല. ഇതുവരെ കേൾക്കാത്തതോ കാണാത്തതോ ആയ ടെംപ്ലേറ്റ് ഒന്നുമല്ല. നന്മയില്ല എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ നന്മ കണ്ടെത്തുന്ന ഒരു കൊച്ചു ത്രെഡിനെ വികസിപ്പിച്ചെടുത്ത ഒരു യൂഷ്വൽ കഥ. സംഭവം ഇങ്ങനെയൊക്കെ ആയിട്ടും അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ ഈ സമയത്തും ഞാൻ ഈ പടം മുഴുവൻ കണ്ടു തീർത്തു. അതിന്റെ ഒരു പ്രധാന കാരണം മോഹൻലാലാണ്. മോഹൻലാൽ എന്ന ഒരു ഫാക്ടറിനെ മാറ്റി നിർത്തിയാൽ ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി വിരസമായ ഒന്നാണ്. കാരണം ഇതിന്റെ കഥ, അതിങ്ങനെ വികസിച്ചു വരുന്ന രീതി, ഇതൊന്നും എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയി തോന്നിയില്ല എന്നതാണ്. ക്ലൗഡ് കിച്ചൺ നടത്തുന്ന സന്ദീപ് എന്ന വ്യക്തി അല്പം സെൽഫിഷ് ആയ ഒരാൾ. തനിക്ക് ഹൃദയം തന്നയാളുടെ കുടുംബത്തെ പോയി ഒന്ന് കാണാനോ നന്ദി പറയാനോ തോന്നാത്ത ആൾ. ഒടുവിൽ ഹൃദയം തന്നയാളുടെ മകളുടെ നിർബന്ധം കാരണം അവളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ പൂനെയിലെത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളിലൂടെ അയാളിലെ നന്മയെ തിരിച്ചറിയുന്നു. ഈ മെയിൻ കഥയുടെ ആക്സസറീസ് ആയി വരുന്ന സിദ്ദീഖിന്റെ ഭാഗം, ലാലു അലക്സിന്റെ ഭാഗം, പിന്നെ സംഗീതിന്റെ ഭാഗം, അതൊക്കെ തമാശ ഉണ്ടാക്കാനുള്ള ഭാഗങ്ങളാണ്. ഇതിലൊട്ടും ചിരി വരാത്തത് സിദ്ദീഖിന്റെ ആ പാട്ടിലാണ്. മറ്റു രണ്ട് പാർട്സും ഇടയ്ക്കൊക്കെ ചില ചിരി നിമിഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സംഗീത് മോഹൻലാൽ കെമിസ്ട്രി നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ലാലു അലക്സിന്റെ ആ ആത്മാർത്ഥമായ ആകാംക്ഷയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രിഞ്ചാവുമെന്ന് തോന്നിയ ചില കഥാസന്ദർഭങ്ങളിൽ നിന്ന് വളരെ സമർത്ഥമായി മാറി നടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ മിടുക്ക്. നായികയായ ഹരിതയോട് സന്ദീപിന് തോന്നുന്ന പ്രണയം ആ ഒരു രീതിയിലേക്ക് പോകാതെ കറക്റ്റ് ടൈമിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഒരു ഉദാഹരണമാണ്. നായികയായി വന്ന മാളവികയുടെ മലയാളം നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ സംസാരിക്കുമ്പോൾ, അഭിനയിക്കുമ്പോഴൊക്കെ ഫോഴ്സ്ഡ് ആയി തോന്നിക്കുന്ന ചില എക്സ്പ്രഷൻസ്, മസിൽ മൂവ്മെന്റ്സ് ഒക്കെ അവരുടെ മുഖത്ത് വരുന്നുണ്ട്. ഇമോഷണൽ രംഗങ്ങളിൽ അത് അടക്കി പിടിക്കുന്നതിന്റെ ഒരു ബ്രില്യൻസ് ആണോ ഉദ്ദേശിച്ചത്, അതോ പാളിപ്പോയതാണോ എന്ന് മനസ്സിലായില്ല. സംസാരിക്കുമ്പോൾ സാധാരണ മുഖത്ത് മൂവ് ആകാത്ത മസിൽസ് വരെ ഇവിടെ മൂവ് ആകുന്നത് പോലെ സംഗീത് വളരെ നന്നായി തന്നെ ആ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ മോഹൻലാൽ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സിനിമയുടെ സക്സസിൽ പ്രേക്ഷകർക്ക് മോഹൻലാലിനോടുള്ള ഇഷ്ടം, ഫെമിലിയാരിറ്റി, ഇതൊക്കെ വലിയൊരു ഫാക്ടർ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. സത്യനന്ദിക്കാടിന്റെ സിനിമകൾ എടുത്താൽ ഈ അടുത്തിറങ്ങിയ മകൾ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ എത്രയോ മുകളിലാണ്. എന്നാൽ പണ്ടിറങ്ങിയ പല സിനിമകളെയും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പോരാ. കാരണം അന്നിറങ്ങിയ സിനിമകൾ, അതിന്റെ കഥകളൊക്കെ മോഹൻലാലിന്റെ നാടിന് വളരെ മൈലേജ് നൽകിയ, നടനെ വളരാൻ സഹായിച്ച സിനിമകളാണെങ്കിൽ ഈ സിനിമ നേരെ തിരിച്ചാണ്. മോഹൻലാലാണ് ഈ സിനിമയ്ക്ക് മൈലേജ് കൊടുക്കുന്നത്. പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ ബോറടിച്ചു. ഇനി സംഗീതിലേക്ക് വന്നാൽ സംഗീതിന്റെ അനായാസമായ അഭിനയം, ചില മാനറിസംസ് ഒക്കെ പഴയ പല സ്വഭാവ നടന്മാരെയും ഓർമ്മിപ്പിച്ചു. ആ ഒരു വിടവ് നികത്താൻ ഒരാളായി എന്നൊരു തോന്നൽ. മൊത്തത്തിൽ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും നന്നായി പെർഫോം ചെയ്ത ഒരു തരക്കേടില്ലാത്ത സിനിമ. ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നണം. ഇനി എക്സൈറ്റിംഗ് ഒന്നും അല്ലെങ്കിലും ഇത് നമ്മളെ എവിടെയൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നണം. സിനിമയിലെ വാംത്ത്, ചില ഇമോഷൻസ്, അതൊക്കെയും അനുഭവിക്കാൻ കഴിയണം. ഇനിയിപ്പോ നമ്മളുമായി കണക്ട് ആകാത്ത കഥയാണ് പറയുന്നതെങ്കിൽ പോലും. എന്നാൽ ഈ സിനിമ അവിടെയും ഇവിടെയും ഒക്കെ ചെറുതായി ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ എന്നെ ഒന്നും ഫീൽ ചെയ്യിപ്പിച്ചില്ല. സിനിമയിൽ സംഗീതയുടെ കഥാപാത്രം മോഹൻലാലിന്റെ സന്ദീപിനോട് തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ ചില പെരുമാറ്റങ്ങളെ കുറിച്ച്, അവരുടെ ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ആ കഥാപാത്രത്തോട് എമ്പതൈസ് ചെയ്യാനും ഒരേ കഥാപാത്രത്തെ ഭാര്യയും മകളും കാണുന്ന രീതിയിലുള്ള വ്യത്യാസത്തെ കാണിച്ച് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചതുമൊക്കെ സിനിമയുടെ പോസിറ്റീവായി തോന്നി. മുൻപ് ചില സിനിമകളിൽ കണ്ടതുപോലെ നായിക ഈ സിനിമയിലും അച്ഛൻ സ്നേഹം ഒരു പൊടിക്ക് ഓവറാക്കുന്നില്ലേ എന്ന ചിന്ത സിനിമയിൽ നിന്ന് എന്നെ ഡിസ്കണക്ട് ആക്കുന്ന പോലെയും തോന്നി. പിന്നെ ക്ലൈമാക്സിൽ നായികയുടെ എക്സ് വന്ന് സന്ദീപിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകും അത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെ കുറെ പ്രെഡിക്റ്റബിൾ സംഭവങ്ങൾ ചേർന്ന, കണ്ട ഉടനെ മറന്നു പോകുന്ന, ഫീൽ ഗുഡ് സിനിമയാകാൻ ശ്രമിക്കുന്ന ഒന്നായാണ് ഹൃദയപൂർവ്വം എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ എന്താണ് ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.